പ്രിയമുള്ളവരെ, ഇത് ദുബായിലുള്ള ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം എന്ന് പറയുന്ന അതിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ മെട്രോയിൽ ഇറങ്ങിയിട്ട് മെട്രോയിൽ നിന്നും നടന്ന് അതിനകത്തേക്ക് തന്നെ നേരിട്ട് പോകാനുള്ള വഴിയാണിത്. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. അതിനകത്തൊക്കെ കയറാൻ ഇപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഞാനൊരു വീഡിയോ കാണിച്ച് ഞാനൊന്ന് പോവുകയാണ്. ഈ ചാനൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഞാനതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. പോകുന്ന വഴിയിലേക്ക് എന്താ ഭംഗിയല്ലേ, കണ്ടു നോക്കി എന്താ ഭംഗിയാണ്. കണ്ടില്ലേ, ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്മൽ പോലെയുള്ള ഒരു റിങ് പോലെ ഒരു ബിൽഡിംഗ്. ഞാൻ ഇറങ്ങിയിട്ട് ഫോട്ടോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിനകത്തേക്ക് കയറുന്നില്ല, അത് മാറി കൂടെ പോകുന്നതിനകത്തോട് കയറുവാനെന്ന് തോന്നുന്നത് പാസ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല. ഞാൻ കാണിച്ച് പോകാം. അതുകൊണ്ടുവരെ ഞാൻ അതിനകത്തേക്ക് ചെറിയ ഒരു ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച അതാ ഒരു എയറിൽ ഒരു ബലൂൺ മീൻ പോലെ അത് തനിയെ കിടന്ന് പറക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അതാ ലിഫ്റ്റ്, ഇറങ്ങി വരുന്ന ലിഫ്റ്റാണ്. അനേകം ആൾക്കാർ മ്യൂസിയത്തേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. എന്താ ഭംഗിയല്ലേ അത്, അതിങ്ങനെ പറന്ന് നടക്കുകയാണ്. അത് നമ്മളെ തന്നെ നോക്കി ഇങ്ങോട്ട് വരുവാണ്. ഒരു മീനിൻ്റെ ആകൃതിയിലാണ് ചെയ്തേക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊരു മീൻ വെള്ളത്തിൽ നീന്തുന്നത് പോലെയാണത്. സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത്രയും കാഴ്ചകൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞാൻ ഇതിൻ്റെ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി ബിൽഡിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം എമിറേറ്റ്സ് ടവറിനടുത്തുള്ള ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എമിറേറ്റ്സ് ടവറിലേക്ക് പോകുന്നു. ആ വഴി പോവുകയാണ്. ടവർ ഏതാണെന്ന് ഞങ്ങളുടെ പരിചയപ്പെടുത്താം. ടവർ ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇത് എമിറേറ്റ്സ് ടവറിലേക്കുള്ള വഴി. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ പുറത്തിറങ്ങാനുള്ള എക്സിറ്റ് ആണ് ഇത്. എക്സിറ്റ് വഴിയാണ്, ഇതിനകത്തേക്കാണ് എക്സിറ്റ് ആവുന്നത്. ചുവരിലൊക്കെ അറബ് ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വായിക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. പറയുന്നു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ. മൊത്തം സ്റ്റീൽ ബാറിൽ ചെയ്തതാണ് കേട്ടോ. സിമൻറ്റോ മണലോ അങ്ങനെയൊന്നുമല്ല, സ്റ്റീൽ ബാറിൽ ചെയ്തതാണ് ഈ കാണുന്ന ഫുള്ള് മുഴുവനായിട്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ട് വരാം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫ്യൂച്ചർ മ്യൂസിയം എന്താണ് എന്നുള്ളത്. ഈ കാണുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം. അതിനകത്താണ് ഞാൻ നേരത്തെ നിന്ന് നിങ്ങൾക്ക് വീഡിയോ തന്നത്. ഇതിനകത്ത് നിന്നാണ് നമുക്ക് എന്ത് ഭംഗിയാണല്ലേ. പുറമേ നിന്ന് നോക്കുമ്പോൾ റിങ് പോലെയാണ്, പക്ഷേ അകത്ത് നല്ല അതിവിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്നത് പോലെ അതിവിശാലമായ കാഴ്ചകളും നല്ലതുമൊക്കെയാണ്. പാസ് എടുത്ത് കയറുന്നതുകൊണ്ട് ഞാനിപ്പോൾ അകത്തേക്ക് കയറിയിട്ടില്ല. എങ്ങനെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ ഈ ചെറിയ വീഡിയോ?
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ചാനൽ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാവരും സഹകരിക്കുക. കാണാമോ പ്രിയ സുഹൃത്തുക്കളെ, ഫ്യൂച്ചർ മ്യൂസിയം അതിനോടനുബന്ധിച്ചുള്ളതാണ്. ഈ താഴെ മുതൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഞാനിടുന്ന ദുബായിലെ ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക.